ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോൾഡ് ചിസൽ എന്താണ്, ഹോട്ട് ചിസൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത ഇനം കോൾഡ് ചിസലുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൾഡ് ചിസൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫ്ലാറ്റ് ചിസൽ, ഡയമണ്ട് പോയിൻറ്റ് ചിസൽ, ക്രോസ് കട്ട് ചിസൽ, ഹാഫ് റൗണ്ട് ചിസൽ. ഏതൊക്കെയാണ്? ഫ്ലാറ്റ് ചിസൽ, ഡയമണ്ട് പോയിൻറ്റ് ചിസൽ, ക്രോസ് കട്ട് ചിസൽ, ഹാഫ് റൗണ്ട് ചിസൽ. ഇതൊക്കെയാണ് കോൾഡ് ചിസലുകളിൽ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനുകൾ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ചിസലുകളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഡ്ജസിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ആ ഫസ്റ്റത്തെ ചിത്രമാണ് ഡയമണ്ട് പോയിൻറ്റ് ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജ് നമ്മൾ ശ്രദ്ധിക്കുക. ഡയമണ്ട് പോയിൻറ്റ് ചിസലാണ് ഫസ്റ്റത്തെ ചിസൽ. രണ്ടാമത്തത് ഫ്ലാറ്റ് ചിസലാണ്. ഫ്ലാറ്റ് ചിസലിൻ്റെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത് കൊടുത്തിട്ടുള്ളത് ഹാഫ് റൗണ്ട് ചിസലാണ്, ഹാഫ് റൗണ്ട് ചിസൽ. നാലാമത് കൊടുത്തിട്ടുള്ള ചിസലാണ് ക്രോസ് കട്ട് ചിസൽ അഥവാ കേപ്പ് ചിസൽ എന്ന് പറയുന്നത്. ഈ 4 ചിസലുകളെ കുറിച്ചാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ കാണുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഫിഗറുകളാണ്. അപ്പോൾ ഫസ്റ്റ് ചിസൽ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ചിസലാണ്. ഫ്ലാറ്റ് ചിസലിൻ്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ക്രോസ് കട്ട് ചിസൽ കൊടുത്തിട്ടുണ്ട്, ഹാഫ് റൗണ്ട് ചിസൽ കൊടുത്തിട്ടുണ്ട്, ഡയമണ്ട് പോയിൻ്റ് ചിസലും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ചിസലിനെ കുറിച്ചാണ്. ഫ്ലാറ്റ് ചിസൽ നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ടു ഫ്ലാറ്റ് ചിസലിനെ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ദ ചിസൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ജനറൽ ചിപ്പിംഗ് ഓപ്പറേഷൻ. എന്താണ് പറയുന്നത്? ഫ്ലാറ്റ് ചിസൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്താണ്? ചിപ്പിംഗ് ഓപ്പറേഷന്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ജനറൽ ചിപ്പിംഗ് ഓപ്പറേഷൻ. ചിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷന്, ചിപ്പിംഗ് ഓപ്പറേഷനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് ചിസൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ദ കട്ടിംഗ് എഡ്ജ് ഷുഡ് ബി സ്ലൈറ്റ്ലി കർവ്ഡ്. ദിസ് വിൽ പ്രിവെൻറ്റ് ദ കോർണേഴ്സ് ഡിഗിങ് ഇൻ വെൻ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ്. എന്താണ് പറയുന്നത്? ഫ്ലാറ്റ് ചിസൽ എന്നാണ് പേര് അല്ലേ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റായി കിടക്കുക, പരന്ന് നിരപ്പായിട്ട് കിടക്കുന്നതിനാണ് ഫ്ലാറ്റ് എന്നുള്ള മീനിങ്. എന്നിരുന്നാൽ പോലും ഫ്ലാറ്റ് ചിസലിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ടാകും. ചെറിയൊരു കർവ് ഉണ്ടായിരിക്കും, ചെറിയൊരു കർവ്. അതെന്താ വെച്ചാൽ ഒരുപാട് യൂസേജ് ആവും. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് ബ്രേക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനിടയിലാണ് ചെറിയ ഒരു കർവ് കൊടുക്കുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ ഫ്ലാറ്റ് ചിസൽ വാരീസ് ഫ്രം 100 mm to 400 mm. എന്താണ് പറയുന്നത്? ഫ്ലാറ്റ് ചിസലിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 100 mm മുതൽ 40 mm വരെ, അതായത് 10 സെൻറ്റിമീറ്റർ മുതൽ 40 സെൻറ്റിമീറ്റർ നീളം വരെയാണ് എന്ത്? ഒരു ഫ്ലാറ്റ് ചിസലിൻ്റെ നീളം വരുന്നത്. ഇത്രയാണ് 10 സെൻറ്റിമീറ്റർ മുതൽ 40 സെൻറ്റിമീറ്റർ നീളം വരെയാണ് എന്ത്? ഒരു ഫ്ലാറ്റ് ചിസലിൻ്റെ ലെങ്ത് വരുന്നത്. While the width of the cutting edge varies from 16 to 32 mm. അതായത് നമ്മുടെ ഫ്ലാറ്റ് ചിസലിൻ്റെ കട്ടിംഗ് എഡ്ജ്, അതിൻ്റെ ടിപ്പ് താഴെയുള്ള ആ പോർഷൻ, ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ചിസലാണെങ്കിൽ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ അതിൻ്റെ വീതി വരുന്നത് 16 mm മുതൽ 32 mm വരെയാണ്. എത്രയാണ്? 16 mm മുതൽ 32 mm വരെയാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ചിസൽ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് ചിസലാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഒരു ഭാഗമാണ് അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ആ ടിപ്പിൻ്റെ വീതിയാണ് പറഞ്ഞത് 16 mm മുതൽ 32 mm വരെയാണ് ഉണ്ടാവുക. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 100 mm മുതൽ 300 mm അല്ലെങ്കിൽ 400 mm വരെയാണ് ഫ്ലാറ്റ് ചിസലിൻ്റെ നീളം വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ചിസലാണ് ഡയമണ്ട് പോയിൻ്റ് ചിസൽ. അപ്പോൾ ഡയമണ്ട് പോയിൻ്റ്, ആ പേരിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും അല്ലേ. അതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഡയമണ്ടിൻ്റെ ഷേപ്പ് ആണെന്നുള്ളത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദ ചിസൽ ഈസ് ഡ്രോൺ ടു എ സ്ക്വയർ സെക്ഷൻ. എന്താണ് പറയുന്നത്? ഈ ചിസലിന് ഒരു സ്ക്വയർ സെക്ഷൻ ആവും അല്ലേ, ഒരു ഡയമണ്ട് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ചിസലിൻ്റെ ടിപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജിന് എന്തായിരിക്കും? ഒരു ഡയമണ്ട് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
അടുത്ത പോയിന്റ് നോക്കാം. ദ എൻഡ് ഗ്രൗണ്ട് ഓഫ് ആൻ ആംഗിൾ പ്രൊഡ്യൂസിങ് ദ ഡയമണ്ട് ഷേപ്പ്. നമ്മുടെ ചിസലിൻ്റെ എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമണ്ടിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഡയമണ്ട് ഷേപ്പിലായിരിക്കും എഡ്ജ് ഉണ്ടായിരിക്കുക. ഡയമണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഒരു ഷേപ്പിലാണ് എന്തുണ്ടായിരിക്കുക? എഡ്ജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ഡയമണ്ട് ചിസലാണ്. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു ഡയമണ്ട് ആകൃതിയിലാണ് എന്ത് വരുന്നത്? ഈ ചിസലിൻ്റെ എഡ്ജ് വരുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കാം. ലെങ്ത് ഓഫ് ദിസ് ചിസൽ വാരീസ് ഫ്രം 100 to 400 mm. നേരത്തെ ഫ്ലാറ്റ് ചിസൽ പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് ചിസലിൻ്റെയും നീളം എന്ന് പറയുന്നത് ഏകദേശം 100 mm മുതൽ 400 mm വരെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 to 16 mm. വിഡ്ത്ത്, ഡയമണ്ട് ചിസലിൻ്റെ വീതി, ആ ഡയമണ്ട് പോയിൻറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 6 mm മുതൽ 16 mm വരെയാണ് ഉണ്ടായിരിക്കുക. നീളം ഫ്ലാറ്റ് ചിസലിനെ പോലെ 100 മുതൽ 400 mm ആണ്. വീതി എന്ന് പറയുന്നത് 6 mm മുതൽ 16 mm വരെയാണ് ഉണ്ടായിരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഡയമണ്ട് പോയിന്റ് ചിസലാണ്. നമുക്ക് അടുത്ത ചിസലിലേക്ക് നോക്കാം. ക്രോസ് കട്ട് ചിസൽ, മൂന്നാമത്തെ ചിസലാണ് ക്രോസ് കട്ട് ചിസൽ എന്ന് പറയുന്നത്. ക്രോസ് കട്ട് ചിസൽ ഓർ കേപ്പ് ചിസൽ ആസ് ഇറ്റ് സംടൈംസ് കോൾഡ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഗ്രൂവ്സ് ഇൻ ലാർജ് സർഫേസസ്. ക്രോസ് കട്ട് ചിസലിൻ്റെ മറ്റൊരു പേരാണ് കേപ്പ് ചിസൽ എന്ന് പറയുന്നത്. എന്താണ് കേപ്പ് ചിസൽ? ക്രോസ് കട്ട് ചിസൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേപ്പ് ചിസൽ എന്ന് പറയുന്നത്. ഈ ക്രോസ് കട്ട് ചിസൽ ഉപയോഗിക്കുന്നത് സർഫസുകളിൽ, വലിയ സർഫസുകളിൽ ഗ്രൂവ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ചാലുകൾ പോലെയുള്ള ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗ്രൂവ്സ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ക്രോസ് കട്ട് ചിസൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കീവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലോട്ട്സ് ആണ്. ആ സ്ലോട്ട് ഇടുന്നതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ക്രോസ് കട്ട് ചിസലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ക്രോസ് കട്ട് ചിസലിൻ്റെ ചിത്രമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ടിപ്പിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ക്രോസ് കട്ട് ചിസൽ എന്നുള്ളത് ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഒരു ക്രോസ് കട്ട് ചിസലാണ്. ഇനി അടുത്തത് പറയുന്നത് ഹാഫ് റൗണ്ട് ചിസൽ. ഹാഫ് റൗണ്ട് ചിസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ കട്ടിംഗ് ഓയിൽ വേസ് ഓർ ഗ്രൂവ്സ് ഇൻ ബിയറിംഗ്, ബോസസ് ആൻഡ് പുള്ളീസ് എക്സെട്ര. ഈ ഹാഫ് റൗണ്ട് ചിസൽ യൂസ് ചെയ്യുന്നത് ബിയറിങ്സിലും പുള്ളീസിലൊക്കെ ഗ്രൂവ് കട്ട് ചെയ്യുന്നതിനും ഓയിൽ പോകാനുള്ള ചെറിയ ചെറിയ ചാലുകൾ, ഇപ്പോൾ ബിയറിങ്ങിലൊക്കെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും, അതിൽ ചെറിയ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലത്തെ കീ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഗ്രൂവ്സ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഹാഫ് റൗണ്ട് ചിസൽസ് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ദേ ആർ ആൾസോ യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഓവർ പൈലറ്റ് ഹോൾസ്. ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൈലറ്റ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹാഫ് റൗണ്ട് ചിസൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് ഒരു ഹാഫ് റൗണ്ട് ചിസൽ എന്ന് പറയുന്നത്. ഹാഫ് റൗണ്ട് ചിസലിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഹാഫ് റൗണ്ട് ചിസൽ. നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രൂപം കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടിപ്പ്, ആ ഒരു എഡ്ജ് എന്തായിരിക്കും? ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് വരുന്നത് ഫ്ലാറ്റ് ചിസലിൻ്റെ എഡ്ജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഹാഫ് റൗണ്ട് ചിസൽ. ഹാഫ് റൗണ്ട് ചിസൽ എന്തായിരിക്കും? അതാണ് അതിൻ്റെ ടിപ്പ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാൻ പറ്റും. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ കേപ്പ് ചിസലാണ്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഇതതിൻ്റെ ഡ്രോയിങ്സ് ആണ്, ക്രോസ് സെക്ഷണൽ വ്യൂവിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഫ്ലാറ്റ് ചിസലാണ്. ഫ്ലാറ്റ് ചിസൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. എന്താണ് പറഞ്ഞത്? ഫ്ലാറ്റ്, ഈ ഒരു ഭാഗം നോക്കുക, എന്തായിരിക്കും? പൂർണ്ണമായിട്ട് ഫ്ലാറ്റ് ആയിരിക്കില്ല, ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു കർവ് കൊടുത്തത് കാണാൻ പറ്റും. അതാണ് ഫ്ലാറ്റ് ചിസലിൻ്റെ പ്രത്യേകത. അതുപോലെ രണ്ടാമത് ക്രോസ് കട്ട് ചിസൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് റൗണ്ട് ചിസലിൻ്റെ ചിത്രമാണ് ഈ രണ്ട് ചിത്രം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നാലാമത് കൊടുത്തിട്ടുള്ളതാണ് ഡയമണ്ട് ചിസൽ. ഡയമണ്ട് ചിസലിൻ്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഡയമണ്ട് ആകൃതിയോടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഡയമണ്ട് ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേൽ പറഞ്ഞിട്ടുള്ള ചിസലും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ചിസൽസ്